ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് നമുക്ക് കടച്ചക്ക വറുത്തരച്ചിട്ട് ഉള്ളൊരു കറിയായാലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലി കുറച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്, 2 തക്കാളി ഇത്രയും എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു അരമുറി നാളികേരം അരപ്പിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കടച്ചക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആദ്യമായിട്ട് പാൻ വെച്ചിട്ട് നമ്മുടെ ഈ നാളികേരം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇടുന്നു. കൂട്ടത്തിലൊരു 2-4 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിലൂടെ വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. നിങ്ങൾക്ക് എരിവുള്ളത് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എരിവ് കുറവ് മതി എന്നുള്ള രീതിയിൽ പച്ചമുളക് ചേർക്കുന്നില്ല. ഇവിടെ ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നമുക്ക് തേങ്ങയുടെ കൂടെ തന്നെ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ട് ഇത് ഏകദേശം ഈ കളറായിട്ട് വന്നാൽ നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഇതോടൊപ്പം എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തു. ഇത് നല്ല രീതിയിലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ഇടുന്നത്. ഇതവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളിയാണ്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഉടഞ്ഞ് ചേരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇവിടെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലുള്ളത് കൂടി പോരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിലധികം വെള്ളം ഒഴിച്ചേക്കേണ്ട കാര്യമില്ല. ഈ കടച്ചക്ക എന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. പിന്നെ ഇതൊരു മൂത്ത കടച്ചക്കയായ കാരണം നല്ല പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തിക്ക് ഗ്രേവി ഇട്ടാണ് വരിക. അപ്പോൾ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വയ്ക്കാൻ പോകും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് ഈ കടച്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു. നല്ല രീതിയിൽ തിള വന്നാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഇതായി കാണും. അപ്പോൾ ഗ്രേവിയെല്ലാം നല്ല കറക്റ്റാണ്, നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയാൽ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. വറുത്തരച്ച കടച്ചക്ക ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ അതാ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് മാത്രമല്ല പൊറോട്ട, ചപ്പാത്തി എന്നീ ഇത്യാദി എല്ലാ വിഭവങ്ങളിലേക്കും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.